ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ട്രെൻഡിങ് ടോപ്പിക്ക് എക്കണോമിക്സ് ഭാഗത്ത് നിന്നുള്ള ധനകാര്യ സ്ഥാപനമാണ്. ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിൽ നിന്ന് തന്നെ നമുക്ക് 2 മാർക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റൊരു ഭാഗമാണ് എക്കണോമിക്സ് ഭാഗത്ത് ഹോട്ട് ടോപ്പിക്കായിട്ടുള്ളത് ധനകാര്യ സ്ഥാപനങ്ങൾ. ഈ ധനകാര്യ സ്ഥാപനങ്ങൾ പഠിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ ധനകാര്യ സ്ഥാപനങ്ങൾ, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പദങ്ങൾ ഒക്കെ പഠിച്ചിരിക്കണം. അതൊക്കെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. പിന്നെ ഈ ധനകാര്യ സ്ഥാപനങ്ങൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ 2 വീഡിയോ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നാളെ തരുന്ന ഹോട്ട് ടോപ്പിക്കും കൂടി ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി കഴിഞ്ഞതിന് ശേഷം ഒരു മെർജ്ഡ് ആയിട്ടുള്ള PDF നോട്ടായിരിക്കും നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ വഴി തരുന്നത്. 2 വീഡിയോസും കേട്ടതിന് ശേഷം നിങ്ങൾ നോട്ടും കൂടി വായിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഓക്കെ ആവും. പിന്നെ മറ്റൊരു കാര്യം, എക്കണോമിക്സിൻ്റെ ഹോട്ട് ടോപ്പിക്ക് തീരുന്ന മുറയ്ക്ക് നമ്മൾ എക്കണോമിക്സ് റിലേറ്റ് ചെയ്തിട്ട് ഈ ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതുവഴി നിങ്ങൾക്ക് എക്കണോമിക്സ് ഭാഗത്ത് നിന്നുള്ള 5 മാർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ചാനലിലേക്ക്, നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ധനകാര്യ സ്ഥാപനങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ധനകാര്യ സ്ഥാപനങ്ങൾ? ഒരു രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ നെടും തൂണുകളാണ് അവിടുത്തെ ധനകാര്യ സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ നെടും തൂണുകളാണ് എന്ത്? ധനകാര്യ സ്ഥാപനങ്ങൾ അഥവാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി നമ്മൾ കുറച്ച് ഹിസ്റ്ററിയാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ എപ്പോഴാണ് ധനകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയത്, ഏതൊക്കെയാണെന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിംഗ് സമ്പ്രദായം തുടങ്ങുന്നത് 1770 കൊൽക്കത്തയിലെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ പ്രവർത്തനം ആരംഭിച്ചത് മുതലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. കൊൽക്കത്തയിലാണ് ഇത് നിലവിൽ വന്നത്. 1770 ഇത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യാലും മറക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതെന്ന് ഡയറക്റ്റ് ചോദിക്കുവാണെങ്കിൽ അത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. 1770 ഇത് നിലവിൽ വന്നത്. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് നിലവിൽ വന്നത്? കൊൽക്കത്തയിലാണ് നിലവിൽ വന്നത്. 1806 ജൂൺ 2 പ്രസിഡൻസി ഓഫ് കൽക്കട്ടയും 1840 ഏപ്രിൽ 15 പ്രസിഡൻസി ഓഫ് ബോംബെയും 1843 പ്രസിഡൻസി ഓഫ് മദ്രാസും സ്ഥാപിതമായിട്ട്. ഓക്കെ, അപ്പോൾ പ്രസിഡൻസി ഓഫ് കൽക്കട്ട, പ്രസിഡൻസി ഓഫ് ബോംബെ, പ്രസിഡൻസി ഓഫ് മദ്രാസ്. പിന്നീട് സ്ഥാപിതമായ പ്രസിഡൻസി ബാങ്കുകളാണ് ഏത്? കൽക്കട്ടയിലും ബോംബെയിലും മദ്രാസിലും. ഇത് 1806 ഒരെണ്ണം ഫോം ചെയ്തു, 40 43. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി ഈ പോയിന്റ്സുകൾ. ഇനി ബാങ്ക് ഓഫ് കൽക്കട്ട, നമ്മൾ ഈ പറഞ്ഞ പ്രസിഡൻസി ബാങ്ക് ഓഫ് കൽക്കട്ട 1809 ജനുവരി 2 ബാങ്ക് ഓഫ് ബംഗാളായിട്ട് മാറി. പിന്നീട് എന്തായിട്ട് മാറി? ബാങ്ക് ഓഫ് ബംഗാളായിട്ട് മാറി. ഇതും ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് ആണ്. ഇതിനകത്ത് നമ്മൾ ഇപ്പം അറിഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഏതാണ്? ഇന്ത്യയിലെ ബാങ്കിങ് സമ്പ്രദായം തുടങ്ങുന്നത് ഏത് ബാങ്ക് വഴിയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? അത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. കൊൽക്കത്തയിലാണ്. 1770 പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ വിദേശ ബാങ്ക് ഏതാണ്? അപ്പോൾ ഇന്ത്യയിൽ ഒരു വിദേശ ബാങ്ക് ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിച്ചു. അതാണ് ചാർട്ടേഡ് ബാങ്ക്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് പോയിന്റ് ആണ്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ വിദേശ ബാങ്ക് 1858 ഫോം ചെയ്ത ചാർട്ടേഡ് ബാങ്ക് ആണ്. ഒരേ സമയം വാണിജ്യ ബാങ്കുകളുടെയും കേന്ദ്ര ബാങ്കുകളുടെയും പ്രവർത്തനങ്ങൾ നടന്നിരുന്ന ഈ 3 പ്രസിഡൻസി ബാങ്കുകൾ, അതായത് പ്രസിഡൻസി ഓഫ് കൽക്കട്ട, പ്രസിഡൻസി ഓഫ് മദ്രാസ്, പ്രസിഡൻസി ഓഫ് ബോംബെ, ഈ 3 പ്രസിഡൻസി ബാങ്കുകളും കൂടി ഒരുമിപ്പിച്ചിട്ട് 1921 ജനുവരി 7 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചു. അപ്പോൾ പിന്നെ എന്താണ്, ഒരേ സമയം വാണിജ്യ ബാങ്കുകളായും കേന്ദ്ര ബാങ്കുകളായും പ്രവർത്തനം നടത്തിയിരുന്ന 3 പ്രസിഡൻസി ബാങ്കുകളാണ് നമ്മൾ
നേരത്തെ പറഞ്ഞ 3 ബാങ്കുകൾ. ഈ ബാങ്ക് ഓഫ് കൽക്കട്ട, അത് പിന്നീട് ബാങ്ക് ഓഫ് ബംഗാളായിട്ട് മാറി എന്ന് പറഞ്ഞു. പിന്നെ ബാങ്ക് ഓഫ് ഏതാണ്, മുംബൈ, ബാങ്ക് ഓഫ് മദ്രാസ്. ഇത് 3 കൂടി ചേർന്നിട്ട് 1921 ജനുവരി 7 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ച വർഷം ഏതാണ്? 1921 ജനുവരി 27 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചത്. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇത്രയും പ്രാധാന്യം വരാൻ കാരണമുണ്ട്. അത് നമ്മൾ താഴോട്ട് ഡിസ്കസ് ചെയ്യും. എന്തായാലും ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എങ്ങനെ ഫോം ചെയ്തു എന്നുള്ളത് നിങ്ങൾ മറക്കണ്ട. 1926 റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി, അതിൻ്റെ മറ്റൊരു പേരാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഇത് റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ റിപ്പോർട്ട് പ്രകാരം 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് രൂപം കൊള്ളുന്നത് വരെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് പ്രവർത്തിച്ചത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ബാങ്ക് ഇന്ത്യയിൽ പ്രവർത്തിച്ചത് ഏതാണ്? അത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. പക്ഷേ ഇന്ത്യയിൽ കേന്ദ്ര ബാങ്കായിട്ട് നമ്മുടെ RBI വർക്ക് ചെയ്ത് തുടങ്ങുന്നത് വരെ കേന്ദ്ര ബാങ്കായിട്ടിരുന്നത് ഏതാണ്? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത് 1921 ജനുവരി 27 ദെൻ ഏത് റിപ്പോർട്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്? ഹിൽട്ടൺ യങ് കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമാണ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് ഓർമ്മിച്ചാൽ തന്നെ പെട്ടെന്ന് ഓർമ്മിക്കാനുള്ള ഏതിനെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്യാൻ കാരണമായ കമ്മീഷനാണ് ഏത്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ മറ്റൊരു പേരാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി. എന്താണ്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇത് പ്രകാരം 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് രൂപം കൊണ്ടത്. ഇതുവരെ ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് ഏതായിരുന്നു? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. 1955 ജൂലൈ 1 ഏതാണ്? 1955 ജൂലൈ 1 ഇമ്പീരിയൽ ബാങ്ക് ദേശസാൽക്കരിക്കപ്പെടുകയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു. അതാണ് ഇത്രയും പ്രാധാന്യം ഏതിന്? നമ്മുടെ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യക്ക്. 1921 ഫോം ചെയ്ത ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1935 RBI നിലവിൽ വരുന്നത് വരെ കേന്ദ്ര ബാങ്കായിട്ട് പ്രവർത്തിച്ചു. അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 1955 ജൂലൈ 1 എന്നാണ്. 1955 ജൂലൈ 1 ഇമ്പീരിയൽ ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ടു, നാഷണലൈസ്ഡ് ആക്കി. എന്നിട്ട് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റി. ക്ലിയർ ആയല്ലോ? ഇന്ത്യയിൽ നിലവിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും പഴക്കം ചെന്ന പൊതുമേഖലാ ബാങ്ക് ഏതെന്ന് ചോദിക്കും. അത് അലഹബാദ് ബാങ്കാണ്. 1865 ഇന്ത്യയിൽ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന പൊതുമേഖലാ ബാങ്കായ അലഹബാദ് രൂപം കൊണ്ടത്. എന്നാണ്? 1865. എന്നാൽ മുൻ ബാങ്ക് ഓഫ് ബംഗാളാണ് ഇന്നത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതും ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളടുത്ത് ഇന്ത്യയിൽ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന പൊതുമേഖലാ ബാങ്ക് ഏതെന്ന് ചോദിക്കുവാണെങ്കിൽ അത് അലഹബാദ് ബാങ്കാണ്. അത് ഫോം ചെയ്ത 1865. പക്ഷേ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. ചിലപ്പം പ്രസ്താവന ചോദ്യത്തിലൊക്കെ കയറി വരികയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഏറ്റവും പഴയ ബാങ്ക് എന്ന് വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം എന്താണ്? നമുക്കറിയാം ബാങ്ക് ഓഫ് ബംഗാൾ ആദ്യം ഏതായിരുന്നു? ആദ്യം ബാങ്ക് ഓഫ് കൽക്കട്ട ആയിരുന്നു അല്ലേ? ഈ ബാങ്ക് ഓഫ് കൽക്കട്ട ഫോം ചെയ്തത് 1806 അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ബാങ്ക് ഓഫ് കൽക്കട്ടയാണ് പിന്നീട് ഇമ്പീരിയൽ ബാങ്ക് ആയി. ഇമ്പീരിയൽ ബാങ്ക് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയി. അപ്പോൾ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയതുകൊണ്ട് ഒരു പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കാം പഴയത് എന്നൊരർത്ഥം നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇമ്പീരിയൽ ഏത് മാത്രമല്ല, ബാങ്ക് ഓഫ് ബംഗാൾ മാത്രമല്ല, ബാങ്ക് ഓഫ് മദ്രാസും ബാങ്ക് ഓഫ് ബോംബെയും കൂടി ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും പഴക്കം ചെന്ന പൊതുമേഖലാ ബാങ്ക് ഏതെന്ന് ചോദിക്കുവാണെങ്കിൽ ഓപ്ഷനിൽ അലഹബാദ് ബാങ്ക് ഉണ്ടെങ്കിൽ അലഹബാദ് ബാങ്ക് എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? പൂർണ്ണമായും ഇന്ത്യക്കാരുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ആരംഭിച്ച ആദ്യത്തെ ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്ക് അന്നത്തെ അവസ്ഥയൊക്കെ അറിയാം. എന്താണ്?
നമ്മളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പൂർണ്ണമായും ഇന്ത്യക്കാരുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ആരംഭിച്ച ആദ്യത്തെ ബാങ്കാണ് ഏത്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി ആദ്യത്തെ സ്വദേശി ബാങ്ക് എന്നറിയപ്പെടുന്നതും ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. കാരണം ഇന്ത്യക്കാരുടെ ഉടമസ്ഥതയിൽ പൂർണ്ണമായിട്ട് നിലവിൽ വന്നിട്ടുള്ളതാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സോ ഇന്ത്യയിലെ ആദ്യ സ്വദേശി ബാങ്ക് എന്നറിയപ്പെടുന്നു. ഇത് 1911 മുംബൈയിൽ സ്ഥാപിതമായി. എവിടെയാണ് സ്ഥാപിതമായത്? 1911 മുംബൈയിലാണ് സ്ഥാപിതമായത്. ക്ലിയർ ആയല്ലോ? ഇത്രയും പോയിന്റ്സുകൾ മറക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ചെയർമാൻ. നമുക്കറിയാം ഒരു ഇന്ത്യക്കാരൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ് ഏത്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. 1911 ഫോം ചെയ്തത്. ഇതൊരു ഇന്ത്യൻ സ്വദേശി ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിൻ്റെ സ്ഥാപക ചെയർമാൻ ഫിറോസ് ഷാ മേത്തയാണ്. ആരാണ്? ഫിറോസ് ഷാ മേത്തയാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്. 1881 ഔധ് കൊമേഴ്സ്യൽ ബാങ്ക് ഫൈസാബാദിൽ സ്ഥാപിതമായി. 1881 ഔധ് കൊമേഴ്സ്യൽ ബാങ്ക് ഫൈസാബാദിൽ സ്ഥാപിതമായി. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം കൊണ്ട് തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് ഏത്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. പൂർണ്ണമായിട്ടും ഒരു ഇന്ത്യക്കാരുടെ നിയന്ത്രണത്തിലുള്ള ബാങ്കായിരുന്നു സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് സ്ഥാപക ചെയർമാൻ ഫിറോസ് ഷാ മേത്തയാണ്. പക്ഷേ ഇന്ത്യൻ മൂലധനം കൊണ്ട് മാത്രമല്ല ഇത് തുടങ്ങിയത്. എന്നാൽ പൂർണ്ണമായിട്ടും ഇന്ത്യൻ മൂലധനം കൊണ്ട് തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇത് 1894 മെയ് 19. 1894 ഓർമ്മിച്ചിരിക്കുക. 1894 ലാലാ ലജ്പത് റോയ് ലാഹോറിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചത്. എന്നാണ് 1894 ലാലാ ലജ്പത് റായ് ലാഹോറിൽ ഇത് ആരംഭിച്ചത്. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് 1895. അപ്പോൾ പൂർണ്ണമായിട്ടും ഇന്ത്യൻ മൂലധനം കൊണ്ട് തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചത് ആരാണ്? അത് ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ് എവിടെയാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചത്? ലാഹോറിലാണ്. 1894 സ്ഥാപിച്ചു. പ്രവർത്തനം ആരംഭിച്ചത് 1895 മുതലാണ്. അടുത്തത് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിലെ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ്. 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത്. ആധാർ രേഖയുമായി ബന്ധപ്പെടുത്തി ബാങ്ക് അക്കൗണ്ടുകൾ വഴി സർക്കാർ സഹായം നേരിട്ട് കൈമാറുന്ന പദ്ധതിയാണ് DBT. എന്താണ്? ആധാർ രേഖയുമായി, അത് ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ആധാർ രേഖയുമായി ബന്ധപ്പെടുത്തി ബാങ്ക് അക്കൗണ്ടുകൾ വഴി സർക്കാർ സഹായം നേരിട്ട് കൈമാറുന്ന പദ്ധതിയാണ് DBT. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നാണ് DBTയുടെ ഫുൾ ഫോം. ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റാണ്. ഇനി ഇന്ത്യയിൽ ബാങ്കിങ് പരിഷ്കരണത്തിന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? ഇന്ത്യയിൽ ബാങ്കിങ് പരിഷ്കാരത്തിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നരസിംഹം കമ്മിറ്റിയാണ്. ഏത് കമ്മിറ്റിയാണ്? ഇന്ത്യയിൽ ബാങ്കിങ് പരിഷ്കരണത്തിന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് നരസിംഹ കമ്മിറ്റി. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത്. ഇത് ഏത് വർഷമാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1949. ഇന്ത്യയിൽ ബാങ്കിങ് പരിഷ്കരണത്തിന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? നരസിംഹം കമ്മിറ്റിയാണ്. മറക്കരുത്. ഓക്കെ ആണല്ലോ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഇന്ത്യയുടെ ബാങ്കിങ് സമ്പ്രദായത്തെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയുടെ ബാങ്കിങ് സമ്പ്രദായത്തെ പ്രധാനമായിട്ട് നമുക്ക് 3 തരംതിരിക്കാൻ പറ്റും. ഇന്ത്യയുടെ ബാങ്കിങ് സമ്പ്രദായത്തെ 3 തരംതിരിക്കാൻ പറ്റും. അതിലൊന്നാമത്തതാണ് ഏത്? റിസർവ് ബാങ്ക്.
റിസർവ് ബാങ്ക്. അടുത്തത് വാണിജ്യ ബാങ്കുകൾ. അടുത്തത് സഹകരണ ബാങ്കുകൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 എന്താണെന്നും ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാങ്കുകളുടെ എക്സാമ്പിളുകൾ നമ്മൾ ഈ ഭാഗത്ത് പഠിക്കണം. അപ്പോൾ ഇന്ത്യയുടെ ബാങ്കിങ് സിസ്റ്റത്തിനെ 3 തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെ ടൈപ്പ് ബാങ്കുകളുണ്ട്? ഒന്ന് റിസർവ് ബാങ്കുണ്ട്, വാണിജ്യ ബാങ്കുകളുണ്ട്, സഹകരണ ബാങ്കുകളുണ്ട്. ഈ 3 ടൈപ്പ് ബാങ്കുകളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റി ഡിസ്കസ് ചെയ്യാം. RBI ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നേരത്തെ നമ്മൾ പഠിച്ചു, ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഇത് വന്നത്. ഇത് നിലവിൽ വന്നതെന്ന് പറഞ്ഞു. 1935 ഇത് നിലവിൽ വന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്തുള്ള ഓരോ പോയിന്റ്സും അത് എത്ര ചെറുതാണെങ്കിൽ പോലും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് പോലും പരീക്ഷയ്ക്ക് കയറി വരാൻ സാധ്യതയുള്ള പോർഷനാണ്. ഓക്കെ, അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് 1935 ഏപ്രിൽ 1 നിലവിൽ വന്നത്. എങ്ങനെയാണ് നിലവിൽ വന്നത്? 1926 ബ്രിട്ടീഷ് വൈസ്രോയി റീഡിംഗ് പ്രഭുവിൻ്റെ നിർദ്ദേശപ്രകാരം ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ നിയോഗിക്കപ്പെട്ടു. എപ്പോഴാണ്? 1926 ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ നിയോഗിക്കപ്പെട്ടു. വൈസ്രോയി അന്ന് ആരായിരുന്നു? റീഡിംഗ് പ്രഭു ആയിരുന്നു. ഈ സമയത്ത് ഇവരുടെ നിർദ്ദേശപ്രകാരം ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി. 1934 ഈ ആക്ട് പാസ്സാക്കപ്പെടുകയും 1935 ഏപ്രിൽ 1 ഇന്ത്യയുടെ റിസർവ് ബാങ്ക് നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ നിലവിൽ വന്നത് 1926 റീഡിംഗ് പ്രഭുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വന്നത്. ഇവരുടെ റിപ്പോർട്ട് പ്രകാരം ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായത് 1934 ഇത് പ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1935 ഏപ്രിൽ 1 1949 വരെ റിസർവ് ബാങ്ക് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ 1935 റിസർവ് ബാങ്ക് നിലവിൽ വരുന്ന സമയത്ത് അതെന്തായിരുന്നില്ല? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നല്ല അറിയപ്പെട്ടിരുന്നത്, ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്നാണ് അറിയപ്പെട്ടത്. 1949 വരെയും റിസർവ് ബാങ്കിൻ്റെ പേരെന്തായിരുന്നു? ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്നായിരുന്നു. ഇനി 1949 നമ്മുടെ ജനുവരി 1 ഇന്ത്യൻ റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ടു. അപ്പോൾ അതിനുശേഷമാണ് ഈ ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നായത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1935 ഏപ്രിൽ 1. ഇനി ഇത് ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1949. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? കൽക്കത്തയിലാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ ബംഗാൾ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മുടെ ബ്രിട്ടൻ്റെ, അതായത് ബ്രിട്ടീഷുകാരുടെ മിക്ക നിയമവ്യവസ്ഥയും ഭരണവും ഒക്കെ നടന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് സ്ഥാപിക്കപ്പെട്ടത് കൊൽക്കത്തയിലാണ്. എന്നാൽ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലെ നരിമാൻ പോയിന്റ്, അപ്പോൾ ഇപ്പോഴും എവിടെയാണ്? മുംബൈയിലെ നരിമാൻ പോയിന്റിലാണ്. ഇത് 1937 അങ്ങോട്ട് മാറ്റിയത്. അതായത് പ്രവർത്തനം തുടങ്ങി 2 വർഷം കഴിഞ്ഞപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് ആസ്ഥാനം എങ്ങോട്ട് മാറ്റി? മുംബൈയിലേക്ക് മാറ്റി. മുംബൈയിലെ നരിമാൻ പോയിന്റിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. 1937 ആസ്ഥാനം നരിമാൻ പോയിന്റിലേക്ക് മാറ്റിയത്. അപ്പോൾ പരീക്ഷയ്ക്ക് പറയും 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്ന സമയത്തെ ആസ്ഥാനം കൊൽക്കട്ടയായിരുന്നു. അപ്പോൾ അത് ശരിയാണ്. 1937 കൊൽക്കട്ടയിൽ നിന്നും ആസ്ഥാനം മുംബൈയിലെ നരിമാൻ പോയിന്റിലേക്ക് മാറ്റിയത്. ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, ഒന്നുപോലും മിസ് ചെയ്യരുത്. ഇനി നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിൽ കാണപ്പെടുന്ന മുദ്രകൾ ഏതൊക്കെയെന്ന് ചോദിക്കാറുണ്ട്. കടുവയും എണ്ണപ്പനയും. ഈ കടുവ, എണ്ണപ്പന എന്നിവ ചേർന്ന മുദ്രയാണ് റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിൽ കാണപ്പെടുന്നത്. റിസർവ് ബാങ്കിന് ഒരു ഗവർണറും 4 ഡെപ്യൂട്ടി ഗവർണർമാരും ഉണ്ട്. ഇവരുടെ പരമാവധി ഓഫീസ് കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അപ്പോൾ റിസർവ് ബാങ്കിന് ഒരു ഗവർണറുണ്ട്, 4 ഡെപ്യൂട്ടി ഗവർണർമാരും ഉണ്ട്. ഒരു ഗവർണറുണ്ട്, 4 ഡെപ്യൂട്ടി ഗവർണർമാരും ഉണ്ട്.
റിസർവ് ബാങ്ക് ഗവർണറുടെയും ഡെപ്യൂട്ടി ഗവർണർമാരുടെയും വിരമിക്കൽ പ്രായം 62 വയസ്സും ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം 60 വയസ്സുമാണ്. മനസ്സിലായല്ലോ? മൊത്തം ഒരു ഗവർണറും 4 ഡെപ്യൂട്ടി ഗവർണർമാരും ഉണ്ട്. അവരുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. എന്നാൽ ഇവർക്ക് വിരമിക്കാനുള്ള പ്രായം 62 വയസ്സാണ്. പക്ഷേ RBIയിലെ ജീവനക്കാർക്ക്, ഓഫീസിലുള്ള ഓഫീസേഴ്സിന് വിരമിക്കൽ പ്രായം 60 വയസ്സാണ്. ഇനി റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ ആരാണ്? അതൊരിക്കലും ഒരു ഇന്ത്യക്കാരനല്ല, അതൊരു വിദേശിയാണ്. സർ ഓസ്ബോൺ അർക്കൽ സ്മിത്ത് ആണ്. ആരാണ്? സർ ഓസ്ബോൺ അർക്കൽ സ്മിത്ത്, അല്ലെങ്കിൽ സർ ഓസ്ബോൺ സ്മിത്ത് എന്ന് പഠിച്ചിരുന്നാൽ മതി. OA സ്മിത്ത് എന്ന് പഠിച്ചാലും മതി. 35 മുതൽ 37 വരെ ഗവർണർ ആയിരുന്നത് സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. അപ്പം ഇന്ത്യയിലെ റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? അത് സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. എന്നാൽ ഇന്ത്യക്കാരനായ റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് സർ CD ദേശ്മുഖ് ആണ്. മറക്കരുത്, സർ CD ദേശ്മുഖ് ആണ് റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ. 43 മുതൽ 49 ദേശസാൽക്കരിക്കുന്നത് വരെ ഗവർണർ ആയിരുന്നത് സർ CD ദേശ്മുഖ് ആണ്. ഓക്കെ ആണല്ലോ? 1944 ബ്രിട്ടൻ വുഡ് കോൺഫറൻസ്. ഈ ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? ലോക പ്രശസ്ത ബാങ്കുകളായ ലോക ബാങ്കും IMFന്റെയും കൂടി ചേർന്നിട്ടുള്ള കോൺഫറൻസ് ആണ് ബ്രിട്ടൻ വുഡ് കോൺഫറൻസ്. ഈ ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൽ 1944 പങ്കെടുത്ത ഇന്ത്യക്കാരൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ RBI ഗവർണർ എന്നീ നിലകളിൽ നമ്മുടെ സർ CD ദേശ്മുഖ് പ്രശസ്തനാണ്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, RBIയിൽ ഏറ്റവും കൂടുതൽ ഗവർണർ ആയിരുന്നത് ആരാണ്? 1949 മുതൽ 57 വരെ ഗവർണർ ആയിരുന്ന BR റാവു ആണ്. റാവി ഇരുന്നു എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ആയിരുന്നത് ആരാണ്? BR റാവു ആണ്. ഓക്കെ ആണല്ലോ? അടുത്ത പോയിന്റ്, റിസർവ് ബാങ്ക് ഗവർണറായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇനി 2018 ഡിസംബർ മുതൽ റിസർവ് ബാങ്കിന്റെ ഗവർണർ നിലവിലിപ്പോൾ ആരാണ്? ശക്തികാന്ത് ദാസ് ആണ്. റിസർവ് ബാങ്കിന്റെ ഗവർണർ ഇപ്പോൾ ആരാണ്? ശക്തികാന്ത് ദാസ് ആണ്. റിസർവ് ബാങ്കിന്റെ പരിധിയിൽ ഉൾപ്പെടാത്ത ഇന്ത്യൻ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ഇത് തെറ്റാണ്. ഇപ്പം റിസർവ് ബാങ്കിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് കുറച്ച് പഴയ നോട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. സോറി കേട്ടോ. ഓക്കെ, ഇപ്പം പുതിയ നിയമം വന്നപ്പോൾ റിസർവ് ബാങ്കിന്റെ പരിധിയിൽ ആര് ഉൾപ്പെടുന്നുണ്ട്? നമ്മുടെ ജമ്മു കാശ്മീർ ഉൾപ്പെടുന്നുണ്ട്. കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കൊച്ചിയിൽ കറൻസി സൂക്ഷിപ്പ് കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. കേരളത്തിൽ കൊച്ചിയിൽ ഒരു കറൻസി സൂക്ഷിപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. റിസർവ് ബാങ്കിന്റെ സ്റ്റാഫ് കോളേജ് ഉണ്ട്. ഇത് ചെന്നൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. ഇനി അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് ഈ ലോക ബാങ്കായ, നമ്മുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്കാണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്കാണ്. 2012 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ ചെക്കുകളുടെയും ഡിമാൻഡ് ഡ്രാഫ്റ്റുകളുടെയും മണി ഓർഡറുകളുടെയും കാലാവധി 3 മാസമായിട്ട് റിസർവ് ബാങ്ക് നിജപ്പെടുത്തി. അപ്പോൾ 2012 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ ചെക്കുകളുടെയും ഡിമാൻഡ് ഡ്രാഫ്റ്റുകളുടെയും മണി ഓർഡറുകളുടെയും കാലാവധി എത്രയായി? 3 മാസമാക്കി. 3 മാസത്തിൽ കൂടുതൽ വരികയാണെങ്കിൽ വാലിഡിറ്റി ഇല്ലാതാവും. ഓക്കെ, അത് പഠിച്ചു വെച്ചേക്കാം. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ചെക്കുകളുടെ കാലാവധി എത്രയാണ്? 3 മാസമാണ്. 3 മാസം കഴിഞ്ഞാൽ ചെക്ക് മടങ്ങും. ആ ഡിമാൻഡ് ഡ്രാഫ്റ്റും അങ്ങനെയാണ്, മണി ഓർഡറും അങ്ങനെ തന്നെയാണ്. ഇനി റിസർവ് ബാങ്കിന്റെ പ്രധാന ധർമ്മങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ റിസർവ് ബാങ്കിന്റെ പ്രധാന ധർമ്മങ്ങൾ അല്ലാത്തതേത്, ആയതേത് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. ഇതൊരു SCRT ഫാക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയിരിക്കണം. എന്തൊക്കെയാണ് ഈ ഭാഗത്ത് നിന്ന് വരാൻ പറ്റുന്ന പ്രസ്താവനകളെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റിസർവ് ബാങ്കിന്റെ പ്രധാന ധർമ്മങ്ങളാണ്. ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ ബാങ്കാണ്, ബാങ്കേഴ്സ് ബാങ്കാണ് ഏത്? റിസർവ് ബാങ്ക്. എല്ലാ വാണിജ്യ ബാങ്കുകളും അവരുടെ നിക്ഷേപത്തിൻ്റെ നിശ്ചിത ശതമാനം ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്ന റിസർവ് ബാങ്കിൽ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പോൾ വാണിജ്യ ബാങ്കിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ SBI എന്ത് ചെയ്യണം? അവരുടെ മൊത്തം നിക്ഷേപത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ആർക്ക് കൊടുക്കണം? റിസർവ് ബാങ്കിന് കൊടുക്കണം. ഇങ്ങനെ
റിസർവ് ബാങ്കിൽ സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ. ഇനി പ്രതിസന്ധി ഘട്ടങ്ങളിൽ ബാങ്കുകൾക്ക് ധനസഹായം നൽകി സഹായിക്കുന്ന അവസാനത്തെ രക്ഷകനും റിസർവ് ബാങ്കാണ്. അതുകൊണ്ടാണ് റിസർവ് ബാങ്കിനെ ബാങ്കേഴ്സ് ബാങ്ക് അഥവാ ബാങ്കുകളുടെ ബാങ്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റിസർവ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ധർമ്മം തന്നെ ഇതാണ്, ബാങ്കേഴ്സ് ബാങ്കായിട്ട് പ്രവർത്തിക്കുക. അവരിൽ നിന്ന് കുറച്ച് കാശ് പിടിച്ചു വയ്ക്കുക, അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. ഇത് രണ്ടും ഈ ബാങ്കേഴ്സ് ബാങ്കിൽ വരുന്ന പോയിന്റാണ്. അടുത്തത് ഗവൺമെന്റിന്റെ ബാങ്ക്, ബാങ്കർ ടു ഗവൺമെന്റ്. അടുത്ത ഗവൺമെന്റിന്റെ ബാങ്കും ഏതാണ്? RBI ആണ്. ഗവൺമെന്റിന്റെ പണമിടപാടുകൾ കൈകാര്യം ചെയ്യുന്നതും സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെന്റിന് ഉപദേശം നൽകുന്നതും ഗവൺമെന്റ് വേണ്ടി കടപത്രങ്ങൾ തയ്യാറാക്കി ഇറക്കി പണം സമാഹരിക്കുന്നതും റിസർവ് ബാങ്ക് ആണ്. അപ്പോൾ ഗവൺമെന്റിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI ആണ്. കാരണം ഗവൺമെന്റിന്റെ പണമിടപാടുകൾ കൈകാര്യം ചെയ്യുന്നു, സാമ്പത്തിക കാര്യങ്ങൾ ഗവൺമെന്റിന് ഉപദേശം നൽകുന്നു, ഗവൺമെന്റിന് വേണ്ടി കടപത്രങ്ങൾ ഇറക്കി പണം സമാഹരിക്കുന്നതും ആരാണ്? നമ്മുടെ ഗവൺമെന്റിന്റെ ബാങ്കായ റിസർവ് ബാങ്ക് ആണ്. അപ്പോൾ ബാങ്കേഴ്സ് ബാങ്കാണ്, ഗവൺമെന്റിന്റെ ബാങ്കാണ്. അടുത്തത് കറൻസി നോട്ട് ഇറക്കുന്നു, നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ബാക്കി ഒരു ബാങ്കിനും അതിനുള്ള അധികാരം ഇല്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്? നോട്ടുകൾ ഇറക്കുന്നത്. പക്ഷെ ₹1 നാണയ നോട്ടും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം പുറത്തിറങ്ങുന്നത് ആരാണ്? അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പക്ഷെ ₹1 നോട്ട് ഇറക്കുന്നത് ആരാണ്? അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫിനാൻസ് സെക്രട്ടറി ആണ് അതിനകത്ത് ഒപ്പുവയ്ക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള എല്ലാ നോട്ടുകളിലും ഒപ്പുവയ്ക്കുന്നത് ആരാണ്? നമ്മുടെ RBIയുടെ ഗവർണറാണ്. അപ്പോൾ കറൻസി നോട്ട് ഇറക്കൽ നമ്മുടെ RBIയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അല്ലെങ്കിൽ ഫംഗ്ഷനാണ്. 1861 ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. 1861 പേപ്പർ കറൻസി ആക്ട് പ്രകാരം കറൻസി നോട്ടുകൾ അവകാശം ആർക്കാണ്? സർക്കാരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. 1883 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പേപ്പർ കറൻസി കൊണ്ടുവന്നു. അപ്പോൾ 1861 പേപ്പർ കറൻസി ആക്ട് പ്രകാരം കറൻസി നോട്ട് ഇറക്കാനുള്ള അവകാശം സർക്കാരിനാണ്. 1883 ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആദ്യമായിട്ട് പേപ്പർ കറൻസി കൊണ്ടുവന്നത്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 24-ാം വകുപ്പ് പ്രകാരം റിസർവ് ബാങ്കിന് 10,000 വരെയുള്ള കറൻസികൾ അച്ചടിക്കാം. അപ്പോൾ റിസർവ് ബാങ്കിന് എത്ര രൂപ വരെയുള്ള കറൻസികൾ അച്ചടിക്കാൻ പറ്റും? 10,000 വരെയുള്ള കറൻസികൾ അച്ചടിക്കാം. ഇത് 1934 ഹിൽട്ടൺ യങ്ങിന്റെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 24-ാം വകുപ്പിലാണ് ഇത് പറയുന്നത്. ഇനി ഇന്ത്യയിൽ ഒരു ദശാംശ നാണയ സമ്പ്രദായം നടപ്പിലാക്കിയത് 1957 ഇന്ത്യയിൽ ദശാംശ നാണയ സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് 1957 ക്ലിയർ ആയല്ലോ? ഇത്രയും പോയിന്റ്സുകൾ കറൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അടുത്ത ഫംഗ്ഷൻ വിദേശ നാണ്യത്തിന്റെ സൂക്ഷിപ്പുകാരൻ, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ റിസർവ്. അതായത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. കറൻസിയുടെ മൂല്യം കൂട്ടാനോ കുറയ്ക്കാനോ വേണ്ടി ഗവൺമെന്റിനെ ഉപദേശിക്കാനുള്ള ചുമതലയും റിസർവ് ബാങ്കിനുണ്ട്. അപ്പോൾ വിദേശ നാണ്യത്തിന്റെ സൂക്ഷിപ്പുകാരനാണ് ആര്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കറൻസിയുടെ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ആണ്. അതുപോലെ തന്നെ കറൻസിയുടെ മൂല്യം കൂട്ടാനോ കുറയ്ക്കാനോ വേണ്ടി ഗവൺമെന്റിന് ഉപദേശിക്കുന്നതും ചുമതലയുള്ളതും റിസർവ് ബാങ്കിനാണ്. അടുത്തത് കടത്തെ നിയന്ത്രിക്കൽ, കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്കും വില സ്ഥിരതയ്ക്കും വേണ്ടി കടങ്ങളെ, ഒരുപാട് കടങ്ങളൊന്നും അങ്ങ് എടുക്കാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ ഈ കടങ്ങളെയൊക്കെ നിയന്ത്രിക്കാനുള്ള ചുമതല നമ്മുടെ റിസർവ് ബാങ്കിന് ഉണ്ട്. അനാവശ്യമായിട്ട് സർക്കാർ കടം എടുക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാനുള്ള അധികാരം റിസർവ് ബാങ്കിനുണ്ട്. അപ്പോൾ കടത്തെ നിയന്ത്രിക്കൽ ഒരു ഫംഗ്ഷൻ ഓഫ് റിസർവ് ബാങ്ക് ആണ്. ഒരു രാജ്യത്തിനുണ്ടാകുന്ന പണപ്പെരുപ്പത്തിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഇൻഫ്ലേഷൻ എന്ന് പറയും, പണച്ചുരുക്കത്തിനെയും നിയന്ത്രിച്ച് വില സ്ഥിരത തുടർന്നു കൊണ്ടുപോയി രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുക എന്നത് റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളിൽ ഒന്നാണ്. ഒരു രാജ്യത്തുണ്ടാകുന്ന പണപ്പെരുപ്പത്തെയും പണച്ചുരുക്കവും. എന്താണ് പണപ്പെരുപ്പം എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് കാശ് അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? സാധനങ്ങളുടെ വില ചീപ്പാവും, എല്ലാവരുടെ കയ്യിലും കാശ് വരും. അപ്പോൾ എല്ലാവരുടെ കയ്യിലും കാശ് വരിക എന്ന് പറയുമ്പോൾ അതെന്താണ്?
അത് പണപ്പെരുപ്പമാണ്. പക്ഷെ പണച്ചുരുക്കമാണെങ്കിൽ ആരുടെ കയ്യിലും കാശില്ലാത്തൊരവസ്ഥയാണ്. ബാങ്ക് കുറച്ച് കാശ് മാത്രമേ ഇടത്തുള്ളൂ. അപ്പോൾ പണപ്പെരുപ്പം വന്നാലും പ്രശ്നമാണ്, പണച്ചുരുക്കം വന്നാലും പ്രശ്നമാണ്. അപ്പോൾ ഈ പണച്ചുരുക്കത്തെയും പണപ്പെരുപ്പത്തെയും നിയന്ത്രിക്കുക, വില സ്ഥിരത തുടർന്നു കൊണ്ടുപോയി രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുക, ഇതൊക്കെ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങളാണ്. അപ്പോൾ നമുക്ക് റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ ഒന്നും കൂടി ഒന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. ബാങ്കുകളുടെ ബാങ്കാണ്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ്, കറൻസി നോട്ട് ഇറക്കുന്നത് ഒരു ഫംഗ്ഷനാണ്, വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരനാണ്, ദെൻ കടത്തെ നിയന്ത്രിക്കുന്നതും നമ്മുടെ റിസർവ് ബാങ്കാണ്. ഇനി ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന പദങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഒരു മനുഷ്യന് അറിഞ്ഞിരിക്കേണ്ടതുമാണ് ഇത്. കാരണം പത്രമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പദങ്ങളാണ്. ഒന്ന് ബാങ്ക് റേറ്റ്. എന്താണ് ബാങ്ക് റേറ്റ്? റിസർവ് ബാങ്ക് മറ്റ് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഇടക്കാല ധനസഹായത്തിനും വാണിജ്യ ബാങ്കുകളുടെ കയ്യിലുള്ള ബില്ലുകൾ റിസർവ് ബാങ്കിന് നൽകി പണം വാങ്ങുന്നതിനും ചുമത്തുന്ന പലിശയാണ് നിരക്കാണ് ബാങ്ക് റേറ്റ്. അപ്പോൾ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവരെയും ബാങ്കാണ് ആര്? റിസർവ് ബാങ്ക്. അപ്പോൾ റിസർവ് ബാങ്കിൽ നിന്ന് ആരെ കടമെടുക്കത്തുള്ളൂ? വാണിജ്യ ബാങ്കുകളെ കടമെടുക്കത്തുള്ളൂ. ഈ വാണിജ്യ ബാങ്കുകൾക്ക് സഹായവും കൊടുക്കും. അപ്പോൾ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് കൊടുക്കുന്ന സഹായത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വാണിജ്യ ബാങ്ക് എന്തെങ്കിലുമൊക്കെ കടം എടുക്കുന്നെങ്കിൽ അതിൻ്റെ പേരിൽ ചുമത്തുന്ന പലിശയുടെ പേരാണ് ബാങ്ക് റേറ്റ്. വാണിജ്യ ബാങ്കുകൾക്ക് അവരുടെ പണലഭ്യത ഉറപ്പുവരുത്താനായിട്ട് ഇത് സഹായിക്കുന്നു. നാണയപ്പെരുപ്പം ഉണ്ടാകുന്ന അവസരങ്ങളിൽ ബാങ്ക് റേറ്റ് ഉയർത്തും. ബാങ്ക് റേറ്റ് ഉയർത്തുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ വാണിജ്യ ബാങ്കുകൾ കാശെടുക്കുന്നത് കുറയ്ക്കും. അപ്പോൾ അതുവഴി നാണയം നമ്മുടെ മാർക്കറ്റിൽ കുറയും. അങ്ങനെ നാണയപ്പെരുപ്പം ഉണ്ടാകുന്ന അവസരങ്ങളിൽ എന്ത് ചെയ്യും? ബാങ്ക് റേറ്റ് ഉയർത്തും. ഓക്കെ, ബാങ്ക് റേറ്റ് ഉയർത്തുന്നത് എന്തിനെന്ന് മനസ്സിലാക്കുക. ബാങ്ക് റേറ്റ് ഉയരുമ്പോൾ പലിശയാണ് അവിടെ കൂടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കടം എടുക്കുന്ന പൈസയുടെ അളവ് അങ്ങ് കുറയ്ക്കും. അപ്പം അതുകൊണ്ട് അതൊരു സംഭവം. പിന്നെ നാണയ ചുരുക്കം ഉണ്ടാക്കുന്ന അവസരങ്ങളിൽ ബാങ്ക് റേറ്റ് താഴ്ത്തിയും റിസർവ് ബാങ്ക് വില സ്ഥിരത ഉറപ്പുവരുത്തും. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിക്കാം. നാണയപ്പെരുപ്പം ഉണ്ടാകുന്ന അവസരങ്ങളിലാണ് ബാങ്ക് റേറ്റ് ഉയർത്തുന്നത്. നാണയ ചുരുക്കം ഉണ്ടാകുന്ന അവസരങ്ങളിൽ ബാങ്ക് റേറ്റ് താഴ്ത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ബാങ്ക് റേറ്റ് മനസ്സിലായല്ലോ. അടുത്തത് റിപ്പോ റേറ്റ്. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന കടങ്ങൾക്ക് ഈടാക്കുന്ന പലിശയാണ് റിപ്പോ റേറ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന സഹായത്തിന് ഈടാക്കുന്നതാണ് ബാങ്ക് റേറ്റ്. എന്നാൽ ഇവിടെ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് കടം നൽകും. ഈ കടങ്ങൾക്ക് ഈടാക്കുന്ന പലിശയാണ് റിപ്പോ റേറ്റ്. മറക്കരുത്, റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന കടങ്ങൾക്ക് ഈടാക്കുന്ന പലിശയാണ് റിപ്പോ റേറ്റ്. എന്നാൽ ഇനി റിവേഴ്സ് റിപ്പോയുണ്ട്. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകളിൽ നിന്ന് ചില സമയത്ത് കടം വാങ്ങും. കാരണം കുറേ ലാഭം ഉണ്ടാകുമ്പോൾ വാണിജ്യ ബാങ്കുകൾ എന്ത് ചെയ്യും? റിസർവ് ബാങ്കിന് കടം കൊടുക്കും. കാരണം റിസർവ് ബാങ്കിന് വാണിജ്യ ബാങ്കുകൾക്ക് മാത്രം കൊടുത്താൽ പോരെ, സർക്കാരിനൊക്കെ കൊടുക്കണം. അപ്പോൾ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വാങ്ങുന്ന കടങ്ങൾക്ക് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ. റിവേഴ്സ് ആയിട്ട് കൊടുക്കുന്ന പലിശയാണ് ഏത്? റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. അപ്പോൾ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വാങ്ങുന്ന കടങ്ങൾക്ക് നൽകുന്ന പലിശയാണ് ഏത്? റിവേഴ്സ് റിപ്പോ. അപ്പോൾ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ, ബാങ്ക് റേറ്റ്, ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ചോദിക്കണം. ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ ആണല്ലോ. അടുത്തത് കരുതൽ ധനാനുപാതം. എന്താണ് കരുതൽ ധനാനുപാതം അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ? വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളിലെ ഒരു നിശ്ചിത തുക കരുതലായിട്ട് നമ്മൾ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് നമ്മൾ പറഞ്ഞു. ഇതിനെയാണ് കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത്. വാണിജ്യ ബാങ്കുകൾക്ക് ഈ കരുതൽ തുക ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള കാശുണ്ടല്ലോ, അത് വായ്പയായിട്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. അതായത് നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ പോയി ലോൺ എടുക്കണമെങ്കിൽ ഈ കരുതൽ തുക ഒഴിച്ചിട്ടുള്ള ബാക്കി കാശ് മാത്രമേ വാണിജ്യ ബാങ്കുകൾക്ക് നമുക്ക് തരാനായിട്ട് പറ്റത്തുള്ളൂ. പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ കരുതൽ ധനാനുപാതം ഉയർത്തും. കാരണം എന്താണ്? ഒരുപാട് കാശ് വാണിജ്യ ബാങ്കുകളെ കയ്യിരിക്കുകയാണെങ്കിൽ വാണിജ്യ ബാങ്കുകൾ അത് ആർക്ക് കൊടുക്കും? ജനങ്ങൾക്ക് കൊടുക്കും. അപ്പോൾ ഇഷ്ടം പോലെ പണം വീണ്ടും മാർക്കറ്റിൽ ഇറങ്ങും. അതുവഴി സാധനങ്ങളുടെയൊക്കെ വില ഒക്കെ ചീപ്പാവും. അത് നമ്മുടെ ബാഡാണ്, നമ്മുടെ എക്കണോമിക്ക് അത് ബാഡാണ്. അപ്പോൾ എന്ത് ചെയ്തു? പണപ്പെരുപ്പം ഉണ്ടാകുന്ന സമയത്ത് ഈ കരുതൽ ധനാനുപാതം അങ്ങ് ഉയർത്തുമ്പോൾ എന്ത് ചെയ്യും? അതിൽ കുറച്ചുള്ള കാശ് മാത്രമേ വാണിജ്യ ബാങ്കുകൾക്ക് ജനങ്ങൾക്ക് വായ്പ കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ അവിടെ പെരുപ്പം മാറും.
പണച്ചുരുക്കം ഉണ്ടാകുമ്പോൾ കരുതൽ ധനാനുപാതം കുറയ്ക്കും. അപ്പോൾ പണച്ചുരുക്കം ഉണ്ടാവുകയാണെങ്കിൽ കുറച്ച് കാശ് ആർക്ക് ഇട്ടുകൊടുക്കണം? സാധാരണ ജനങ്ങൾക്ക് ഇട്ടുകൊടുക്കണം. അതുകൊണ്ട് തന്നെ വാണിജ്യ ബാങ്കുകളുടെ ആ കരുതൽ ധനാനുപാതം, ക്യാഷ് റിസർവ് റേഷ്യോ എന്ത് ചെയ്യും? ഒന്ന് കുറയ്ക്കും. റിസർവ് ബാങ്ക് ഇങ്ങനെയാണ് വില സ്ഥിരത ഉറപ്പുവരുത്തുന്നത്. ഇപ്പോഴത്തെ കരുതൽ ധനാനുപാതം എത്രയാണ്? 4% ഇപ്പോഴത്തെ കരുതൽ ധനാനുപാതം. ഓക്കെ ആണല്ലോ? ഇത് മാറിക്കൊണ്ടിരിക്കും. അടുത്തത് നിയമപ്രകാരമുള്ള ലഭ്യത അനുപാതം, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ? കരുതൽ ധനാനുപാതത്തിന് പുറമെ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളുടെ ഒരു നിശ്ചിത ശതമാനം സ്വർണമായോ പണമായോ അംഗീകരിക്കപ്പെട്ട കടപ്പത്രങ്ങളായോ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ലിക്വിഡായിട്ട് വേണം. അതായത് എങ്ങനെയാണ്? ഒന്നുകിൽ സ്വർണ്ണമായിട്ട് വേണം, അല്ലെങ്കിൽ പണമായി അംഗീകരിക്കപ്പെട്ട കടപ്പത്രങ്ങളായിട്ട് വേണം. ഇങ്ങനെ റിസർവ് ബാങ്കിൽ ഒരു നിശ്ചിത ശതമാനം ആര് വെക്കണം? ബാങ്കുകൾ വെക്കണം. ഇതിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. കരുതൽ ധനാനുപാതം എന്ന് പറഞ്ഞാൽ വെറും പണമാണ്. പക്ഷേ ബാങ്കുകളിൽ നിക്ഷേപങ്ങൾ വരാറുണ്ട്. സ്വർണ്ണമായിട്ടും കടപ്പത്രങ്ങളായിട്ടും നിക്ഷേപം വരാറുണ്ട്. ഈ നിക്ഷേപങ്ങളിൽ ഒരു ഭാഗം എവിടോട്ട് കൊടുക്കണം? നമ്മുടെ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കണം. ഇതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ബാങ്കുകൾ ഇതര സ്ഥാപനങ്ങളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യും. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത്രയും പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്. സത്യം പറഞ്ഞാൽ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വരുന്ന പോയിന്റ്സുകൾ. അപ്പോൾ അത് കുറച്ചധികം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.